എല്ലാവർക്കും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട പ്രത്യേക ബൈബിൾ ക്വിസിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു എന്താണ് ദൂതൻ സുവിശേഷിച്ചത്? ഉത്തരം, മഹാസന്തോഷം. ലൂക്കോസ് 2:10. ചോദ്യം, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കു സമാധാനം എന്ന് പാടിയതാര്? ഉത്തരം, സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം. ലൂക്കോസ് 2:13. ചോദ്യം, പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് മറ്റുള്ളവരോട് അറിയിച്ചതാര്? ഉത്തരം, ഇടയന്മാർ. ലൂക്കോസ് 2:17. ചോദ്യം, നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആര്? ഉത്തരം, ശിമ്യോൻ. ലൂക്കോസ് 2:25. ചോദ്യം, ആശേർ ഗോത്രത്തിൽ ഫനൂവേലിന്റെ മകളായ പ്രവാചകി ആര്? ഉത്തരം, ഹന്ന. ലൂക്കോസ് 2:36. ചോദ്യം, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്നു പറഞ്ഞതാര്? ഉത്തരം, ശിമ്യോൻ. ലൂക്കോസ് 2:31. ചോദ്യം, നിന്റെ സ്വന്ത പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് ശിമ്യോൻ പറഞ്ഞത് ആരോടാണ്? ഉത്തരം, മറിയ. ലൂക്കോസ് 2:35. ചോദ്യം, ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തുപോന്നത് ആര്? ഉത്തരം, ഹന്ന. ലൂക്കോസ് 2:37. ചോദ്യം, പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടുപോന്നു, അവന്മേൽ ഉണ്ടായിരുന്നതെന്ത്? ഉത്തരം, ദൈവകൃപ. ലൂക്കോസ് 2:40. ചോദ്യം, എന്ത് ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്നാണ് ദൂതൻ ഇടയന്മാരോട് അറിയിച്ചത്? ഉത്തരം, ശീലകൾ. ലൂക്കോസ് 2:12. ചോദ്യം, കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയതാര്? ഉത്തരം, ഇടയന്മാർ. ലൂക്കോസ് 2:20. ചോദ്യം, പരിച്ഛേദന കഴിപ്പാനുള്ള എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശു എന്നു പേർ വിളിച്ചത്? ഉത്തരം, 8 ദിവസം. ലൂക്കോസ് 2:21. ചോദ്യം, യേശുവിന്റെ ഗോത്രം ഏത്? ഉത്തരം, യഹൂദ. മത്തായി 1:1-2. ചോദ്യം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നു പേർ വിളിക്കും എന്ന് പ്രവചിച്ച പ്രവാചകന്റെ പേരെന്ത്? ഉത്തരം, യെശയ്യാവ്. യെശയ്യാവ് 7:14. ചോദ്യം, മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചുവരുത്തി എന്ന് പ്രവചിച്ച പ്രവാചകൻ? ഉത്തരം, ഹോശേയ. ഹോശേയ 11:1. ചോദ്യം, യേശുവിന്റെ ജനനസ്ഥലം പ്രവചിച്ച പ്രവാചകൻ? ഉത്തരം, മീക. മീക 5:2. ചോദ്യം, യേശുവിനെ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്നു പേർ വിളിക്കപ്പെടും എന്ന് പ്രവചിച്ച പ്രവാചകൻ? ഉത്തരം, യെശയ്യാവ്. യെശയ്യാവ് 9:6. ചോദ്യം, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും എന്ന് പ്രവചനമുള്ളത് ഏതു പുസ്തകത്തിലാണ്? ഉത്തരം, സംഖ്യപുസ്തകം. സംഖ്യ 24:17. ചോദ്യം, ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും എന്ന് എഴുതിയിട്ടുള്ളത് ഏതു പുസ്തകത്തിലാണ്? ഉത്തരം, യെശയ്യാവ്. യെശയ്യാവ് 11:1. ചോദ്യം, പ്രവചകൻ പ്രവചിച്ചതുപോലെ നസറായൻ എന്നു വിളിക്കപ്പെടുവാൻ തക്കവണ്ണം യേശു പാർത്ത നഗരം? ഉത്തരം, നസ്രേത്ത്. മത്തായി 2:23. ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ എന്ന് ചോദിച്ചതാര്? ഉത്തരം, വിദ്വാൻമാർ. മത്തായി 2:2. ചോദ്യം, ആരാണ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞത്? ഉത്തരം, ഹെരോദാവ്. മത്തായി 2:7. ചോദ്യം, ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടു എവിടേക്ക് ഓടിപ്പോകുവാനാണ് ദൂതൻ പറഞ്ഞത്? ഉത്തരം, മിസ്രയീമിലേക്കു. മത്തായി 2:13. ചോദ്യം, 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബേത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ച ദുഷ്ടനായ രാജാവ്? ഉത്തരം, ഹെരോദാവ്. മത്തായി 2:16. ചോദ്യം, ഹെരോദാവിന്റെ മകന്റെ പേര്? ഉത്തരം, അർക്കെലയോസ്. മത്തായി 2:22. ചോദ്യം, ഹന്ന പ്രവാചകിയുടെ അപ്പന്റെ പേരെന്ത്? ഉത്തരം, ഫനൂവേൽ. ലൂക്കോസ് 2:36.
അവസാനത്തെ ചോദ്യം, യേശു എന്ന പേരിന്റെ അർത്ഥം എന്ത്? ഉത്തരം, രക്ഷകൻ. മത്തായി 1:21. നന്ദി.